അലമ്പായോ? നരയാണ് പ്രശ്നം. കംപ്ലീറ്റ് ഓമന നര വന്ന് കേറിപ്പോയി. കുഴപ്പമില്ല. പുതിയ മുഖം ഒരു 15 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇനി വേണം എനിക്കൊന്ന് കവലയിലൊക്കെ പോയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് വളയ്ക്കാൻ. എന്തായാലും വളയും. ക്ലാര കണ്ടാൽ അത് ഞെട്ടും ചിലപ്പം. ഇനി 2-3 ടീഷർട്ടും 2-3 പാൻറ്റൊക്കെ വാങ്ങണം. കാശ് ചോദിച്ചാൽ തരത്തില്ല. അവളെ അരിക്കലത്തിലുണ്ടാവുമോ? എന്റെ പൊണ്ണോ. അങ്ങനെ ഞങ്ങൾ പുതിയ എപ്പിസോഡ് ഇന്നത്തെ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് കണ്ണാടിന്റെ മുന്നിൽ നോക്കിയിട്ട് ഓ ഡ്രസ്സ് സെറ്റ് അല്ല, ഇത് ഭയങ്കര ടൈറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണോ? വിഷമിച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ. പോയി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യൂ, അല്ലെങ്കിൽ യോഗ ചെയ്യൂ, അല്ലെങ്കിൽ 2 തത്തൈ താഹ ഡാൻസ് കളിക്കൂ. അങ്ങനെ നിങ്ങൾ ഇങ്ങനെയാണോ ഇൻട്രോ ചെയ്യുന്നത്? ഇത് ഇൻട്രോ ഒന്നും അല്ല, ഞാൻ കണ്ടന്റിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇപ്പോഴത്തെ പരിപാടി എന്താണെന്നറിയാം, ചെറിയ സമയം ഉണ്ടെങ്കിലേ സംഭവം ക്ലിക്ക് ആവുള്ളൂ. ഭയങ്കര വെറുപ്പിലാണ്. ഒരു വെറുപ്പിക്കലും ഇല്ല. ഇത്ര എനർജി ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, എനിക്കിത് പണ്ടേ ഇഷ്ടല്ല. മനസ്സിലായോ? ഉപദേശിക്കുന്ന ആ പക്ഷെ എനിക്ക് ഇതുപോലത്തെ വളപ്പ് വീഡിയോ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. എടാ, എന്റെ വീഡിയോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കാൻ ഈ കേരളത്തിൽ ഏത് പെണ്ണിന് പറ്റൂടാ ഇന്നത്? എനിക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. ഞാനേ അതിനുവേണ്ടി അത്രയും ബാക്കിൽ പണി എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നിന്നെ പോലെ ഓഡീഷന് പോണ 10 മണി വരെ കിടന്നുറങ്ങിട്ട് അവിടെ പോയി ബൈ എന്ന് പറഞ്ഞ അസോസിയേറ്റ് പറഞ്ഞു വിടുന്ന പോലെ അല്ല എന്റെ കാര്യം. ഞാനേ ബാക്ക്ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നു. അപ്പൊ ഞാൻ പണിയെടുക്കുന്നില്ല. അഭിനയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നതൊന്നും ശരിയല്ല. അതെ, സജഷനോ അഭിപ്രായമൊന്നും വേണ്ട. ഞാൻ ചെയ്യും, അത് നീ ഷൂട്ട് ചെയ്യും, അത് മതി. ഇവിടെ കാണുമ്പോഴത്തേക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്വാതന്ത്ര്യം ഇല്ല. എന്ത് ക്രിയേറ്റിവിറ്റി ആണ് എനിക്കുള്ള? നീ ഇവിടെ ദിവസവും ഓഡീഷൻ എന്ന് പറഞ്ഞ് പോകണ്ടല്ലോ. എന്തെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടാ? നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എന്റെ ക്രിയേറ്റീവ് ഐഡിയസ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് നീ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇതാ ജീവ, ടൈമിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ നന്നായിട്ട് രാത്രി മൊത്തം ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ഇത് ക്യാമറേന്റെ മുന്നിൽ വന്ന് നിൽക്കണേ. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഫോണിൽ കൊടുത്താ. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നീ എടുത്തോണ്ട് നോക്കും. നീ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഷൂട്ട് ചെയ്യുക, ആരെ കൊണ്ടെങ്കിലും ഷൂട്ട് ചെയ്യും. എനിക്ക് എന്റെ ആയിട്ടുള്ള ഒരു വിലയുണ്ട്. അത് വിട്ടുള്ള കളിയില്ല നമ്മള്. നിനക്ക് ഇത്രക്ക് അഹങ്കാരാണോ ജീവ? അതെ, എനിക്ക് ഇത്രക്ക് അഹങ്കാരമാണ്. കണ്ടിട്ടാടാ നീ നെഗളിക്കണ? ആ ഒരു അവൻ ഫ്രണ്ട് ആയിട്ടുള്ളോണ്ടാണോ നീ ഇത്ര അഹങ്കരിക്കുന്നേ? അതുകൊണ്ടല്ല, ഞാനും അമൽ നീരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിങ്, ഞങ്ങളുടെ വർക്ക് ഫിനിഷിങ് ആയിരിക്കണം. ഞങ്ങൾക്ക് അതാണ്. ഇപ്പൊ ജോഷി സാറൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ ഇവിടെ ഇട്ട് പൊരിച്ചേനെ. നീ എന്നെ അപമാനിച്ചല്ലേ? കാര്യം പറയുമ്പോ നിനക്ക് അപമാനമായിട്ട് തോന്നുന്നു. അതിപ്പോ എന്റെ കുറ്റാണ്. എടാ മോനെ, ഇന്നേക്ക് 3-ാം ദിവസം. 3-ാം ദിവസം ഇന്ന് യേശു ക്രിസ്തു. അല്ലെങ്കിൽ വേണ്ട. യു ആർ ഗോയിങ് ടു പേ ഫോർ ദിസ്. എന്ത് പേ? എനിക്കൊന്നും ഇല്ല, നിനക്കാണ് പേ. കാത്തിരുന്ന് കാണാടാ. കാണാം. ആരാ ഇതെന്നെ അടുക്കളയിലോട്ട് കയറി വന്നത്? വർക്കിച്ചിന് ഇവിടെ ഇല്ല, ഇറങ്ങാങ്ങോട്ട്. ഞാൻ വർക്കിച്ചരാ, മനമ്പറ നോക്കിയോ? നിങ്ങളുടെ താടിപ്പിച്ചൊക്കെ എന്തേ? ട്രിമ്മർ കൊണ്ട് ഷേപ്പ് ചെയ്തതാ. എന്റെ കർത്താവേ, നിങ്ങൾക്ക് ഇത് എന്തോയിട്ട് കേടാ പറ്റിയ? ഒന്നാമത് തലയിലാ മുടിയില്ല, ഉള്ള താടി മീശയെ കൂടെ കളഞ്ഞോ? എന്റെ ദൈവമേ, നിങ്ങളുടെ താടി മീശ കണ്ടിട്ടോ വഴിയോ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്? നിന്റെ കരച്ചിലുണ്ടാ വിചാരിക്കും ഞാൻ താടി മീശ ഞാൻ തട്ടിപ്പോയതാന്ന് വിചാരിക്കും നാട്ടുകാർ. അയ്യോ, ഞാൻ ഇനി എങ്ങനെ നിങ്ങളെ കൊണ്ട് വീട്ടിൽ പോകും? എനിക്ക് വയ്യ. നിങ്ങൾക്ക് എന്താ പട്ടാണോ മനുഷ്യ മുഖത്തിരുന്ന താടി മീശ കളയാൻ? നീ എന്റെ മുഖത്തേക്ക് നോക്ക്, ഞാനത് ഗ്ലാമർ ആയില്ലേ? പിന്നെ ഗ്ലാമർ ഇള്ളാവാതെയല്ലേ കൊണ്ട് അംഗനവാടി ഇരുത്തായി നീ. എനിക്ക് വയ്യ. ഒരു 10 വയസ്സ് പറഞ്ഞില്ലേ? ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ. നീ ഇപ്പോഴും മരം കഴുതിയാ, കല ആസ്വദിക്കാൻ അറിയില്ല. പിന്നെ താടി മീശ കളയുന്നതല്ലേ ആസ്വദിക്കുന്നത്. മുഖത്തോക്ക് നോക്ക്, ഇപ്പൊ എന്നാ ഗ്ലാമർ ആയെന്നറിയോ? പിന്നെ എന്നാ വൃത്തികേടാന്നറിയോ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അയ്യേ, ആളെ പോലും തിരിച്ചറിയുന്നില്ല മനുഷ്യ. ഞാനത് വയസ്സ് കുറഞ്ഞതാ.
എന്റെ കർത്താവേ എനിക്ക് കാണണ്ടേ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പഞ്ഞിക്കച്ചവടത്തിനാന്ന് പറഞ്ഞിട്ട് ഏത് നേരം പോകത്തില്ലേ, അതുപോലെ എവിടേക്കാന്ന് വെച്ചാ പോക്കോ. താടി മീശ വളർന്നിട്ട് തിരിച്ചു വന്നാ മതി. 2 ദിവസം കഴിഞ്ഞാല് ഇത് വരില്ലേ, തിരിച്ചു വരത്തില്ല. പിന്നെ എന്ന് വെച്ചാ താടി മീശ കുഞ്ഞമ്മയുടെ വീട്ടിൽ വിരുന്നുണ്ടാ പോയതല്ലേ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട്. ഇറങ്ങി പോകാമോ ഇവിടുന്ന്? എനിക്ക് കാണണ്ട നിങ്ങളപ്പോ. എടി നിന്റെ അപ്പന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധാ നീ. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇത്. ആ നീയേ 1000 രൂപ എടുത്തു വെക്കി, എനിക്ക് പുതിയ ഷർട്ടും പാൻറ്റൊക്കെ വാങ്ങണം. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മുറ്റത്തേക്കുന്ന മരത്തേന്ന് കുലുക്കി പറിച്ചെടുക്കുമല്ലേ 1000 രൂപ. പിന്നെ അയ്യേ ഇതൊക്കെ ഇത് എന്തോ ഇതിന്റെ കേട, എന്തൊരു വൃത്തികേട. നമ്മള് കറക്റ്റായിട്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒത്തുപോകാത്ത ഇപ്പം എൻ്റെ കുഴപ്പമാണ്. നല്ല മൈൻഡ് സെറ്റുമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചുമ്മാ ആള് വേണേ പോട്ടെ, കുഴപ്പം. ശിവമോനെ ആ ആ ഇതാര് കോലമൊക്കെ അങ്ങ് മാറിയില്ല മൊത്തത്തില്. എങ്ങനെയുണ്ട്? അല്ല മൊത്തത്തിൽ ആ ഒരു ഇസ്തിരിപ്പെട്ടി മോഡലാണെങ്കിലും പക്ഷെ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. അതാണ് 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 കുറച്ച് പ്രായം കുറഞ്ഞ പോലെയുള്ളൊരു ഫീല് ഉണ്ടല്ലേ. എനിക്ക് തോന്നി കണ്ടപ്പോ. ആഹാ കണ്ണാടി കണ്ടപ്പോ ആരെങ്കിലും പറഞ്ഞില്ല ഞാൻ നിന്റെ നീയല്ലേ ഇവിടെ കലാകാരൻ. ആ പക്ഷെ എന്റെ കലയൊന്നും ഇവിടെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അല്ല എന്താണ് ഒരു മനക്കണക്കൊക്കെ? ഓ ഞാൻ അവിടെ ഇവിടെ കൊടുക്കേണ്ട കാശ് അങ്ങനെ കണക്ക് കൂട്ടുമായിരുന്നു. ആ എത്തുന്നില്ലല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ട്, അവന്മാരും ഒന്നും തന്നിട്ടില്ലല്ലോ. അതന്നെയാണ് ഞാനും പറയാൻ വന്നത്. എന്തോ ഞാൻ ഇത്രയും നേരം സീരിയസ് ആയിട്ടിരുന്ന് ആലോചിക്കായിരുന്നു. അല്ല ആന്റി എന്തിനാ ഇവന്മാര് വാടകയൊന്നും തരാതെ ഇവന്മാരെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്? ആന്റി അവരെ വഷളാക്കോ ചെയ്യുന്നത്? ആന്റി ഈ മാതൃസ്നേഹം തുളുമ്പിട്ട് അവന്മാരെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് താമസവും ഭക്ഷണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ എങ്ങനെ നന്നാവാനാ? അതിപ്പോ നിന്നെ ഞാൻ നോക്കുന്നില്ല, എനിക്ക് എല്ലാരും മക്കളെ പോലെ തന്നെ. എന്നെ അവന്മാരെ പോലെയാണല്ലേ കാണുന്നത്? അങ്ങനെയല്ല, എനിക്ക് മക്കളില്ലല്ലോ. അപ്പൊ നീയും എന്റെ മോള്, അവരും എന്റെ മക്കള്, അങ്ങനെ. ശരി, സഹതാപം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഉണ്ടല്ലോ ആന്റി, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾസ് ആണ്. അവര് ബാംഗ്ലൂര് ഭയങ്കര ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒരു കോഴ്സ് എന്തുകൊണ്ട് ഇവിടെ കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ കോഴ്സിൽ വന്നിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവുകയും ചെയ്യും. അപ്പോ നല്ലൊരു ഓഫർ വെച്ചിട്ടുണ്ട്. ഒരാള് 15,000 രൂപ വെച്ച് തരും. 3 പേരുണ്ട്. ആന്റിന്റെ ഫുൾ പരിപാടികള് ഇതിൽ തീരുവോ? അപ്പൊ എന്തുകൊണ്ടാ അതിനെ കുറിച്ച് ആലോചിച്ചൂടാ? അതിന് ഇവിടെ സൗകര്യം ഇല്ലല്ലോ. ഇപ്പൊ അവർക്കും ഒരു റൂം കൊടുത്തു, നിനക്കും തന്നു, ഇനി എവിടെ താമസിക്കാൻ സ്ഥലം? എന്നാ ഞാൻ എന്റെ തീരുമാനങ്ങൾ കുറച്ചങ്ങോട്ട് പറയാം. ഞാൻ ഒരു പ്രായപൂർത്തിയായ പെണ്ണ. എനിക്ക് ആ ജീവന്റെയും കിരണിന്റെയും കൂടെ ജീവിക്കാൻ പറ്റില്ല. അവന്മാർ ഇവിടെ തുടരുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും.